ഇന്നേ ചേന കളച്ചെടുക്കുന്ന പണിയിലാണ്. നമുക്ക് വിത്തിനുള്ള ചേനയൊക്കെ കളച്ചെടുക്കേണ്ട സമയം കുറച്ച് വൈകി പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചീരയും ബ്രൊക്കോളിയൊക്കെ നട്ടതുകൊണ്ട് നമുക്കിത് ഇവിടെ ചൈനീസ് കേബേജ് അല്ലായിരുന്നോ, അതുകൊണ്ട് കിളയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇപ്പൊ അതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ് ഇപ്പൊ നാസർക്ക പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞങ്ങള് ഇതുപോലെയുള്ള ചീരയൊക്കെ ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ടോ. ഒക്കെ നാസർക്കാന്റെ രാവിലത്തെ പരിപാടി ആയിരുന്നു. വന്നിടുന്ന കളകളും ചീരയൊക്കെ കൊണ്ട് വെട്ടി ഒഴിവാക്കാം. നമുക്ക് പശുക്കൾക്ക് തീറ്റായിട്ട് കൊടുക്കാം. അവിടെ നാസർക്ക അപ്പൊ ഞങ്ങളിന്ന് ഇവിടെ ചൈനീസ് കാബേജ് ഒക്കെ നടുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയൊരു കുറ്റി അടിച്ച് വെച്ചിരുന്നിട്ടോ. അധികം താഴ്ത്തിയിട്ടില്ല ചേനമ്മ തട്ടുന്നതിന്. ഇവിടെ ഉണ്ടാവില്ലേ, കാണുന്നുണ്ടോ? ആയിക്കോട്ടെ. അങ്ങനെ വെച്ചതുകൊണ്ട് ഇപ്പൊ എനിക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റി. എന്നാലും ഒന്ന് രണ്ട് ചേനന്റെ ഇത് മറന്നു പോയിട്ടുണ്ട് അല്ലേ? അത് നോക്കാം നമുക്ക്. അത് അവിടെ ഒന്നുണ്ടല്ലോ, ഇത് ആ ചേന. അപ്പൊ ഇപ്പുറത്തതാ ബ്രൊക്കോളി നമ്മൾ ഇന്നലെ വീഡിയോ ഒക്കെ ചെയ്താണ്. ഇതുണ്ടല്ലേ, പുതിയത് ഉണ്ടാവുന്ന നിർത്താം, അല്ലാത്തതിന്റെ ഒക്കെ ഇലയൊക്കെ കൊണ്ട് അതുപോലെ പൊട്ടിച്ചെടുക്കാം. ചിലതൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ കോഴികൾക്ക് തീറ്റായിട്ട് കൊടുത്തിട്ട് നമുക്ക് അടുത്ത പച്ചക്കറി നടണം. ശരിക്ക് ചേന കളച്ചെടുത്തിട്ട് നടാനും ആയിട്ടോ. നമുക്ക് കുമ്പത്തിലാണ് നടല്. ഈ സമയത്ത് നട്ടാലാണ് നമുക്ക് ഓണത്തിനൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം കിളയ്ക്കും ചെയ്യുക, വേഗം ഇവിടെ സ്ഥലം വൃത്തിയാക്കിയിട്ട് ഇവിടെ തന്നെ നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റുള്ളൂ. പന്നിയുടെ ശല്യം കുറച്ച് കുറവുള്ളത് നമ്മളെ വീടിന്റെ മുൻഭാഗത്തായതുകൊണ്ട് ഇതത്ര പ്രശ്നമില്ല. നമുക്ക് ഇവിടെ തന്നെ നട്ടു കൊടുക്കണം. ഇതിന്റെ ഇടയ്ക്ക് വേറെ പച്ചക്കറി അടുത്ത് നമ്മളിവിടെ ബീൻസ് ആട്ടോ നടുന്നത്. നാസറൊക്കെ നമുക്ക് ചേനക്കുള്ള കുഴി എടുത്തേക്കല്ലേ ആദ്യം. കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ട് ബീൻസ് നട്ടു കൊടുക്കാം. എന്നിട്ട് ആ ഗ്യാപ്പ് നോക്കി നട്ടു. എന്താ കാണുന്നുണ്ടോ? നല്ല ഉറപ്പുണ്ടല്ലേ. ബ്രൊക്കോളി ആണെങ്കിൽ കളയാനും തോന്നില്ല കേട്ടോ. എല്ലാത്തിലും ഇഷ്ടംപോലെ ഇതുപോലെ ബ്രാഞ്ച് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് അതിലൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പഴയ ഇല ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കട്ടെ. കണ്ടില്ലേ, പുതിയത് വന്നിട്ട്. അപ്പൊ തണുപ്പുള്ളത് കൊണ്ട് എന്തായാലും ഉണ്ടാവുന്നതൊക്കെ അതിൽ ഇങ്ങനെ സെറ്റായി കിട്ടും. നമുക്ക് ഈ ബീൻസ് നടുന്ന വരെ അവിടെ നിന്നോട്ടെ. ഇതിലൊക്കെ നോക്ക്, ഇത് നമ്മള് ബ്രൊക്കോളി ഇന്നലെ കട്ട് ചെയ്തെടുത്താട്ടോ. അതാണ് ഇവിടെ ഇങ്ങനെ. ഇനി അതിലും പൊട്ടിണ്ടാവുന്നതും അറിയില്ല. എന്തായാലും നമുക്ക് നിർത്തി നോക്കാം. പിന്നെ പൂവിനി എല്ലാം വിരിഞ്ഞു കഴിഞ്ഞിട്ട് വിത്ത് കിട്ടുമോ നോക്കണല്ലോ. ചേന അവിടെ ചേന കിട്ടിയിട്ടുണ്ട്. എന്താ സ്ഥിതി ചെയ്യാൻ കേട്ടോ? ഇതേ നിങ്ങൾ എടുത്തിട്ടതാ? ചെറുത്. ശരിക്ക് നമുക്ക് കൂട്ടാനൊക്കെ വെക്കാൻ പറ്റിയ കറക്റ്റ് ചേന. ഇതൊക്കെ വിത്തിന് ആകുമ്പോ ഇങ്ങനെ ഒന്നാണ് കേട്ടായില്ലേ? ഇങ്ങനത്തെ പീസ് എടുക്കട്ടെ. വലിയ വലിപ്പല്ലേ, ഒരു മീഡിയം ചേന അല്ലേ? നമ്മളാ വലിയ ചേന കിട്ടാറില്ല. ഞങ്ങളൊന്ന് എന്ത് ചെയ്ത് ഒരു ഒഴിവ് നോക്കിയിട്ട് നിർത്തിയതാട്ടോ വിത്തിനുള്ളത്. ഇവിടെ നടുഭാഗത്തിലൊക്കെ നമ്മളന്ന് ഓണത്തിന് കൊടുത്തു. നല്ല വലിയ ചേനയായിരുന്നു. ഓണ സമയത്തൊക്കെ നമ്മൾ കളിച്ചതല്ലേ. ഇത് 2 കഷ്ണം 3 കഷ്ണമൊക്കെ കിട്ടുന്ന ചേന കേട്ടോ. ഇതിന് കട്ട് ചെയ്തിട്ട് മാറ്റിയേക്കട്ടെ. എല്ലാം പോയി നല്ല വൃത്തിയായിട്ടാ. വേരൊക്കെ നമ്മൾ ഓണ സമയത്ത് നമ്മൾ പറിച്ചപ്പോ ഫുള്ള് വേരല്ലായിരുന്നോ. സെറ്റ്. ചെറുതൊന്നുണ്ട്. ഇതൊക്കെ ഒറ്റൊന്നായിട്ട് നട്ടോടുക്കുക. ഇനി അടുത്ത വന്നിട്ടുണ്ട്. പക്ഷെ 4, 5, 6 കൂട്ടല്ലേ മനസ്സിലാക്ക. കണ്ടുപിടിക്കണല്ലേ ഇനിയിപ്പോ. അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. നോക്കിയാൽ മതി. അത് ചിലപ്പോ കുറച്ച് വലിപ്പം ഉണ്ടാവും. അവസ്ഥയൊന്നും അറിയില്ല. ഞങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ സ്ലെറിയൊക്കെ ഇങ്ങനെ പച്ചക്കറിക്ക് അടിച്ചു കൊടുത്തോണ്ട് ചിലതൊക്കെ ചീച്ചിൽ വരും, നനവ് ഓവർ തട്ടിക്കഴിഞ്ഞാലൊക്കെ. അപ്പൊ എന്താണെന്ന് അറിയില്ല. നമുക്കൊക്കെ ഒന്ന് നോക്കി നോക്കാം. എന്നാലും നമുക്ക് നടാനുള്ളത് എങ്ങനെയും ഉണ്ടാക്കിയെടുക്കണം. വിത്തില്ല. നമ്മൾ തന്നെ കുറെ ആൾ വിത്തൊക്കെ ചോദിച്ചു. നമുക്ക് ആവശ്യത്തിനുള്ള വിത്തിനുള്ള മാത്രം നിർത്തിയിട്ടുള്ളൂ, കൊടുക്കാനുള്ള ഇല്ല. അപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ പൂത്ത ചീരകളാണ് നമ്മൾ പശുക്കൾക്ക് വെട്ടി കൊടുക്കുക. ഈ പൂക്കൾ ഇതിലൊക്കെ മൂത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് നേരെ പശുക്കൾ കഴിച്ചിട്ട് ബയോഗ്യാസ് പ്ലാന്റ് പോകും. നമ്മൾ സ്ലെറി അടിക്കുമ്പോൾ എല്ലായിടത്തും ഇതുപോലെ ചീര മുളക്കും കേട്ടോ. അടുത്തായോ? നാസറൊക്കെ ഓരോന്ന് റെഡി ആക്കിയിട്ട് വിളിക്കുന്നത് നമ്മളെ. ആയതാ വലിപ്പം ചെറുതാണല്ലോ നാസർക്ക, വലിയ വലിപ്പൊന്നും ഇല്ലേ? അവിടെ നോക്കി നോക്കിന്ന് കുറ്റി എവിടെ? ഒന്നുകൂടെ നോക്കി നോക്ക്. ബടാ ചേന ഇല്ലല്ലോ. കഴിഞ്ഞ നമ്മൾ വിത്തിന് കളിച്ച ചേന വലിയ റെക്കോർഡ് ചേനയായിരുന്നു.
അത് 2 ഇനം ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഓണത്തിന് കളിച്ചതൊക്കെ ഞാൻ വലുതായി പോയോ സംശയമുണ്ട്. ആ ഒരു വിത്തിന് ഭയങ്കര വലുപ്പം ചേന. അവിടെ നോക്കി കേട്ടോ, ഇതിനോട് ചേർന്നിട്ടാട്ടോ പൊട്ടണ്ട. ചേമ്പ് എന്ത് ചെയ്യും, നമുക്ക് ഇത് കളച്ച് വെച്ചിട്ട് ചേമ്പ് അരുവില്ലല്ലേ, അവിടെ നിക്കട്ടെ അല്ലേ. ഏതായാലും ബീൻസ് നടുമ്പോത്തിന് ചേമ്പ് പിന്നെ വിത്തിനുള്ളത് എന്നാലും നമ്മള് കളിച്ച കണ്ടുണ്ടല്ലോ, അത് മതിയോ. പാൽച്ചേമ്പ് നമുക്ക് കുറച്ച് കിളക്കേണ്ടത് അവിടെ നിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോ നോമ്പൊക്കെയാണ് വരുന്നത്. ഇന്നോ നാളെ നോമ്പ് തുടങ്ങും കേട്ടോ. അല്ല ഇന്നോ നാളെ അല്ല, നാളെയോ മറ്റന്നാളോ. ഇന്ന് മാസം കണ്ടാൽ നാളെ നോമ്പ് ഉണ്ടോ. ഇത് കുഴപ്പമില്ല, 2 ഡബിൾ കിട്ടിയില്ലേ. ഒക്കെ കറക്റ്റ് നല്ല ഡിമാൻഡുള്ള വലിപ്പമുള്ള ചേന കേട്ടോ. ഇങ്ങനത്തെ ചേനക്കാണ് ഡിമാൻഡ്. അധികം വലിപ്പമില്ലാത്ത ഓരോരുത്തർ മുഴുവനായിട്ടൊക്കെ വാങ്ങിക്കുക. ഇതെങ്ങനത്താണ് മുറിച്ച് വാങ്ങിക്കാതെ പറ്റിയ ചേന. നീ എവിടെയാണ്? എവിടെ? ഇത് വലിയ വലിപ്പം നോക്കാം, ചാൻസ് കുറവാ. ഇത് എന്താ ഇങ്ങനെ പുതിയ മുള വന്നതാ? ഇത് പഴയതൊക്കെ ചീഞ്ഞുകൊണ്ട സമയമായല്ലോ. ഇവിടെ ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഇങ്ങോട്ടൊക്കെ ചീര നിൽക്കുന്ന ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ചീര വരാനുള്ള കാരണം നമ്മളിവിടെ ചൈനീസ് കേബേജ് നട്ടു കൊടുത്തിട്ടില്ല, ചേന ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ ചീര മുളച്ചു. മറ്റേത് ഇവിടെ ഒന്നും അങ്ങനെ ചീര ഇല്ലാത്തത് ഈ ഭാഗത്തല്ലേ ചൈനീസ് കേബേജ് നട്ടത്. ഇനി അത് അവിടെ ഒരു കുറ്റിയുണ്ട്, അവിടെ നാസർക്ക മാന്തി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ. ഇവിടെ അത് നോക്കി, ഇവിടെ ഞങ്ങൾ കണ്ടു. ഇവിടെ ഒന്നും ഇല്ലേനോ? ഈ കുറ്റി ഇല്ല. അവിടെ ഉണ്ടോ? അല്ല അല്ല, അത് വഴുതന ഉണ്ടായിരുന്നു, വഴുതന ഉണങ്ങിപ്പോയത് അല്ല. ഇവിടെ ഒന്നും വരില്ല. ഇവിടെയൊക്കെ നമ്മൾ ബ്രോക്കോളി നട്ടിട്ട് ഇതൊന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒന്ന് നാസർക്ക് പറയുന്നത് ചേനയാണോ ഇത് ചേമ്പാണോ രണ്ടും അറിയില്ല. ഇവിടെ ചേമ്പിന്റെ മുരടും കിടക്കുന്ന ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ കമ്പ് കാണുന്നുണ്ട്, ചിലപ്പോൾ അതിലുണ്ടാവും. ഇതാ ഇത് ചേനയാണെന്നാ തോന്നുന്നത്. പിന്നെ ഒന്ന് ഇതാ ഇവിടെ ഇതില്ല നാസർക്ക. അതാ ബ്രോക്കോളിന്റെ ഇല ഒട്ടി ഇവിടെ ഒന്നുണ്ട്. വേണ്ടോ ചേനാണ് അതാ ഈ കമ്പ് ഞാൻ കുത്തി വെച്ചിരുന്നു. ഇത് ശരിക്കും കല്ലെന്തെങ്കിലും വെച്ച് അടയാളം വെക്കണേന്. കമ്പ് അധികം ഓട്ടാനും പറ്റിയില്ല. ഇനി ബ്രോക്കോളിക്ക് ഇതിനൊക്കെ മണ്ണിടുമ്പോൾ കമ്പ് തട്ടിപ്പോയോന്നറിയില്ല. ചേന എവിടെയും പോകുന്നില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, വിത്തിനുള്ളത് കിട്ടൂലേ. ആ ഒരു കൂട്ടം മാത്രം പൊന്തിയിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒറ്റ ചേന കിട്ടുകയാണെങ്കിൽ കുറെ കഷ്ണം കിട്ടൂലേ. ആയോ ചെറുതായിരിക്കും തോന്നുന്നു. ആയിട്ടുണ്ടാവില്ല, ഇങ്ങനെ കണ്ടതിനായി ഇത് ആയിട്ടില്ല. അവിടെ മാന്തി വെക്കണം. വേറെ മുളായിട്ട് വന്നതാണത്. അങ്ങനെ വന്നതാണോ? ഇല്ല, പോരാ. എന്തേതായാലും കുറച്ചില്ല. നമുക്ക് ചേനക്കറി വെക്കാൻ ഇനിയിപ്പോ നോമ്പൊക്കെ ആയതുകൊണ്ട് എന്തായാലും നടക്കട്ടെ. ചെറുതായിട്ടോ. ഇത് പുതിയത് ഉണ്ടായതാ, വേര് കണ്ടില്ലേ. അതാണ് ചോദിച്ചാൽ ഈ സമയത്ത് അങ്ങനെ വലിയ. ഇനി നനവൊക്കെ തട്ടിയിട്ടേ മുളച്ചു വന്നാണോന്ന് അറിയില്ല. അതാണ് ചോദിച്ചാൽ വലുതുണ്ടാവില്ലല്ലോ അവിടെ. ആദ്യമല്ല. ഇനി എവിടെ ഉള്ളത് കണ്ടുപിടിക്കാനുള്ള അത്ര ഇതൊന്നും അല്ല സംഭവം. ഒരു 5-8 മുരട് നിർത്തിയല്ലേ. ഇവിടെ ഉണ്ടോ അതിന്റെ ഉള്ളില്? എവിടെ നമുക്കൊന്ന് മാന്തി നോക്കേണ്ടി വരുമല്ലോ. എന്തായാലും ആ സൈഡ് നോക്കി. ഇവിടെ നമ്മൾ ആദ്യമേ കിളച്ച് നോക്കിയപ്പോ കിട്ടിയതാ കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പഴക്കാണോ എന്താണെന്ന് അറിയില്ല. ഇത് മുറിച്ചൊരു ഭാഗം കാണുന്നുണ്ട്. അതിന് ശേഷം നാസറാക്ക മാന്തി നോക്കി സെറ്റാക്കി. അവിടെ നിങ്ങൾ നാളെ കിളച്ചോളിക്കാൻ എടുത്തോളാം. ഒരു ചേന കിട്ടിയിട്ടുണ്ട്. ഇത് ഇതാണ് നമ്മളാ വലിയ ഐറ്റം. ഇതാണ് വലിയ ഐറ്റം. സൂപ്പർ ചേന. ഇതിന്റെ തൈര് ഞങ്ങൾ ഓണത്തിന് മറിച്ചപ്പോൾ അധികം ഇങ്ങനത്തെ സൈസ് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ 2 ഐറ്റം ഉണ്ട്. നോക്കി ഇപ്പൊ നമ്മള് കൊണ്ടുവന്നില്ല, കാണിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിനും വലുതില്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട്. ഇതിന്റെ തൂക്കത്ര 15 18 അങ്ങനെ തൂക്കം പറഞ്ഞില്ലല്ലേ. നമ്മള് വീഡിയോ ഇട്ടാണത്. അപ്പൊ ഞാൻ ഈ കൊട്ട വിടുന്നതേ ഇങ്ങനെ ഒറ്റൊന്ന് കിട്ടുന്ന വിചാരിച്ചു ചേട്ടാ. അങ്ങനെ പറയാലോ. എന്തായാലും വലുപ്പമല്ല കിട്ടിയല്ലോ. ഞാൻ പക്ഷേ ഇപ്രാവശ്യം വിത്തിന് കിട്ടൂലെന്ന് വിചാരിച്ചു. ഇതിമൊന്ന് കിട്ടിയാൽ തന്നെ കുറച്ച് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കണ്ടോ. അപ്പൊ ഇവിടെ ഉണ്ടാ സാറ? ഇവിടെ ഒന്ന് കാണുന്നുണ്ട്. ആയിക്കോട്ടെ, എന്നാ അതിന്റെ റൗണ്ട് നോക്കി. അവിടെയാണോ ബ്രൊക്കോളി ഉണ്ടല്ലേ അവിടെ? ബ്രൊക്കോളി പോവാണെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞതാണ്. എന്നാലും ചേനക്ക് കൊത്തുള്ളാത്ത രീതിക്ക് നോക്കിയിട്ട് എടുത്തോളി.
നമുക്കിനി അത് കുറച്ച് സമയം എടുക്കും. അവിടെ ഒരു ഗ്യാപ്പില്ല ഒന്നാമതാ. ഞാനപ്പോൾ ഒന്ന് നോക്കട്ടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് നമ്മൾ ഓർമ്മയിൽ ഉമ്മാനോടും ചോദിച്ചു നോക്കാം. ആ തിണ്ടിലുള്ള എന്തായാലും എടുക്കണം. അപ്പൊ ഇതാ അത്യാവശ്യത്തിന് വലുപ്പമുള്ളൊരു ചേനലത്. അടിപൊളി ചേന, അതേ വലുപ്പം തന്നെ അല്ലേ. അപ്പൊ നമുക്ക് 2 വലിയ ചേന കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി പേടിയില്ല കേട്ടോ, വിത്തിനൊക്കെ ഉള്ളതായിട്ടുണ്ട്. ആ മണ്ണ് തട്ടിയിട്ടാളെ. ഇനി എവിടെയാണ് അസറൊക്കെ ഉള്ളത്? ആ ഈ ചീരന്റെ അവിടെ ഒന്ന് നോക്കണം. ആ ഈ 2 ചേന നമുക്ക് അത്യാവശ്യം കഷ്ണങ്ങൾ കിട്ടും കേട്ടോ. ഇതാ ഇനി ഞങ്ങൾ ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. എന്തായാലും ഒരു ചേന അപ്പുറത്തുണ്ട്. അല്ലാതെ ഈ ചീരന്റെ ഉള്ളിലും കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു ചേന ഉണ്ടാവണം. അവിടെ നോക്കിയത് നോക്കല്ലേ. കത്തിയത് ഇത് നമ്മളിവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കമ്പം കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചേനന്റെ തണ്ട് ചീഞ്ഞും കിടക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇതാ ഈ ഒരു കമ്പ് കണ്ടില്ലേ, ഈ ഒരു ഏരിയ പിടിച്ചു നോക്കി. ഈ വലുപ്പമുള്ളതാണോ ചെറുതാണോ ഒന്നും അറിയില്ല, നോക്കാം. ഇവിടെ എന്തായാലും ഉണ്ടാവും സംഭവം. ഇല്ല നോക്കണ്ടേ, മൊത്തം കളയണം ചീര. പറ്റുന്നവിടെ നിന്നോട്ട് വെച്ചിട്ട് നമ്മൾ ഏതായാലും ബീൻസും പിന്നെ ചേനക്ക് കുഴിയെടുക്കണ വരെ ബ്രോക്കോളിയും ചീരയും ഇവിടെ നിർത്താന്ന് വെച്ചിട്ടാ ഉള്ളത് കേട്ടോ. നമുക്ക് ബുദ്ധിമുട്ടുള്ള മറ്റാ അവിടെ മതിക്കോളി. ഇത് ഈ ഒരു സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ കമ്പ് എടുത്തത്. ഒരു റൗണ്ടിൽ നോക്കി നോക്കി. ആ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ചീര തടസ്സമുള്ള ചീര ഇട്ടോ കേട്ടോ. നമുക്ക് ഏതായാലും ചീര കഴിഞ്ഞാണ്. എന്നാലും ചിലതൊക്കെ നോമ്പിന് ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ്. നമ്മളെ പുതിയതായിട്ട് ഇനി അടുത്ത പരിപാടി ചീര സെറ്റാക്കി കൊണ്ടല്ലാണ്. നമ്മളെ ബാക്ക് സൈഡിലൊക്കെ ഉള്ള പച്ചക്കറി ചെയ്യുന്നിടത്തൊക്കെ ചീര ആക്കി വരുന്നുണ്ട്. ആ എന്നാൽ ചീര പിടിച്ചേരട്ടെ. അത്രക്ക തടസ്സമുള്ളത് ഇങ്ങോട്ട് കണ്ടു കിട്ടണം അല്ലേ. എവിടെയാന്ന് കണ്ടിട്ടോ ചേന? ആ മുകളിൽ തന്നെ ചേന ഉണ്ടല്ലേ. എന്നാ ഈ ചീര പറ്റണേ, തടസ്സമുള്ള ചീര വെട്ടിക്കൂടാ, കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ നമുക്ക് ഇവിടെ വൃത്തിയാക്കണം. ഇത് സ്ഥിരം ഇനിയിപ്പോ എല്ലാവർക്കും ചീര വേണ്ടി വരുമല്ലോ. അപ്പം ആയി കിട്ടുന്നവരെ നുള്ളാനുള്ളതാക്കിയിട്ട് വെച്ച് നിർത്തിയ. ആണോ? ഉമ്മ പറഞ്ഞില്ലേ നമുക്ക് വലുത് നടുന്നതേ വേറെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താ വെച്ചാല് നമുക്ക് ഓണസമയത്ത് നമ്മള് വിത്തിന് കിട്ടൂല, നമ്മളെല്ലാം കളച്ചു. നമുക്ക് അപ്പൊ നമുക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നല്ല വലുപ്പമുള്ളൊക്കെ പോകും. അപ്പൊ അതിൻ്റെത് വെക്കുന്ന ഒരു ഭാഗത്ത് വെക്കാം. പ്രാവശ്യം നമ്മള് കഷ്ണം മുറിക്കുമ്പോഴേ മാറ്റി മാറ്റി വെക്കാം. മറ്റേതൊരു മീഡിയം ചെയ്യാൻ അതാ പറഞ്ഞത്. ആ അത് അന്ന് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഒരു വിത്ത് കിട്ടിയില്ലായിരുന്നോ, കിഴങ്ങ് വിളകള് ചേമ്പിൻ്റെ ഇതിൻ്റെ ഒക്കെ, അതിന്ന് കിട്ടിയതാണ് നമുക്ക് ആ വലിയ ചേന. ഇങ്ങോട്ടും ഉണ്ടോ? നോക്കി എങ്ങനെയാണ് ഇതിന്റെ കിടപ്പറിയില്ല. തണ്ട അവിടെ ചീഞ്ഞ് കിടന്നീനെ. ഓ വെയില് വരുന്നുണ്ട് കേട്ടോ. മഴക്കാറും ഉണ്ട് വെയിലും ഉണ്ട്, നല്ല ചൂടുണ്ട്. ആ മൊത്തത്തില് വ്യാപിച്ചെടുക്ക. ആ നോക്കാം, താത്തിട്ട് വേണല്ലേ. ആ ഇളകിയുണ്ട് ഇവിടെ. പേരില്ല നോക്ക്. മാഷാ അല്ലാഹ് സൂപ്പർ ചേന. അതിനെക്കാട്ടി വലുപ്പുണ്ട് ഇപ്പൊ കിട്ടിയാല്. അല്ലെ വലുപ്പമുള്ള ടോപ്പ് ചേനതാ. 3 ചേന അല്ല വലിയ ചേന തന്നെയാണ്. അപ്പൊ ഇനിയുള്ളത് ആ തിണ്ടിന്റെ അപ്പുറത്തല്ലേ. അത് നമുക്ക് നോക്കിയിട്ട് കള. കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അത്. അതാണത് അതിന്റെ തണ്ട. ആ അത് കുറച്ച് പണിയുണ്ട് കളക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇത്രയും ചേന കിട്ടിയിട്ടുണ്ട്. ഓരോന്നും അങ്ങോട്ട് എടുത്തു വെക്കണോ? ഇതൊന്ന് എടുത്തു തരുമോ? എടുത്തു ഞാൻ അപ്പുറം നിൽക്കാം. ഈ വലുത് 2 എടുത്താൽ മതി, മറ്റേ എടുക്കണ്ടേ. ചേന നമുക്ക് അങ്ങോട്ട് വെക്കാൻ വെച്ചിട്ടാ. ആ 2 വലുത് എടുത്തോളി. ഇതാ ഒന്ന്. ഇത് പിന്നെ നമ്മൾ ആദ്യം കളിച്ച 3 കേട്ടോ. ഇത് മീഡിയം ചേനകളാ. വലുതെടുക്കി.
ഇന്ന് കുറച്ച് കഷ്ണങ്ങൾ കിട്ടൂല്ലേ? ആ. അടുത്തത് ഒന്നുകൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും ആദ്യം കുറച്ച് പ്രതീക്ഷ പോയിന് കേട്ടോ, ഒരു മീഡിയം ചേനയും പിന്നെ ഒക്കെ അങ്ങനത്തെ ആവുക കിട്ടുമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ലാസ്റ്റ് വെച്ച് കളച്ച 3 നല്ല സൂപ്പർ ചേനകള്. ഇതൊക്കെ മണ്ണൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ടേ നമ്മളിപ്പോൾ കട്ട് ചെയ്യൂല, കൊണ്ട് വെക്കാം. നമുക്ക് നടുന്നതിന് അടുപ്പിച്ച് കട്ട് ചെയ്യല്ലേ. എന്നിട്ട് നമ്മൾ ചാണകമൊക്കെ തേച്ച് വെക്കും. എന്തായാലും നടല് ഈ മാസം തന്നെ നടുക. അപ്പോൾ ഇവിടെ നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഇനി നാസർക്ക് ഞാനും പുറമ്പോക്കിലൊക്കെ ഉണ്ട്, അതായത് പുറം സൈഡിലൊക്കെ കുറച്ച് ചേനകളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിരഞ്ഞിട്ട് കളച്ചെടുക്കണം. ഇതുപോലത്തെ ഈ വലുപ്പത്തിലൊക്കെ കിട്ടും, എന്നിട്ട് മീഡിയനൊക്കെ എന്തായാലും കിട്ടും. വലുതെന്തായാലും ഇത് ഇത്ര വലുപ്പമുള്ള എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത് നമ്മൾ വിത്തിനുള്ള ചേനകളൊക്കെ കളച്ച് കഴിഞ്ഞിട്ടോ, ഇനി കുറച്ചും കൂടെ കളിക്കാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.